നമസ്കാരം. ഡേ 11ന്റെ ന്യൂ SCERT ഹോട്ട് ടോപ്പിക്സിന്റെ ടോപ്പിക് ഫിസിക്സ് ആണ് കേട്ടോ. നമുക്ക് ഫിസിക്സിൽ പുതിയ SCERTയിൽ എന്നും PSCയുടെ ഒരു ഇഷ്ട മേഖലകളെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, അതിൽ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ലെസൺ ആയിട്ടുള്ള ശബ്ദ തരംഗങ്ങൾ നമുക്ക് സിലബസിൽ എടുത്തു പറയുന്നുണ്ട് അല്ലേ. ശബ്ദം എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ്. ആ ശബ്ദ തരംഗങ്ങൾ നോക്കാം. അതിൽ നോക്കിക്കേ, ആയതി. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് ആയതി എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം. ആയതിയെ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ ആകുന്നു. പോയിന്റ് ആയിട്ട് പഠിച്ചു വെച്ചോളണം കേട്ടോ. അപ്പൊ അതിലത്തെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇതിൽ തന്നിരിക്കുന്നത്. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് ആയതി. ആയതിയുടെ അക്ഷരം എ ആണ്. ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ ആണ്. 3 പഠിച്ചില്ല ആയതിയെ കുറിച്ചിട്ട്. ഇനി അടുത്തത് ദോലന ചലനങ്ങൾക്ക് ഉദാഹരണങ്ങൾ. എന്നും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഫിസിക്സിൽ വരുന്ന ഒരു ഏരിയ ആണ്. ദോലന ചലനങ്ങൾക്ക് ഉദാഹരണം ഏതാന്ന് ചോദിച്ചാൽ അപ്പൊ എന്താണ് ദോലനം പഠിക്കണം അല്ലേ. എന്താണ് ദോലനം? ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. ദോലന ചലനങ്ങൾക്ക് ഉദാഹരണമാണ് ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം എന്നും ചോദിക്കാറുണ്ട്. ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം ഏത് ചലനത്തിന് ഉദാഹരണമാണെന്ന്? ദോലന ചലനത്തിന് ഉദാഹരണമാണ്. ഇപ്പൊ ആ 12 ഇങ്ങനെ നിൽക്കുമ്പോ അതിങ്ങനെ കണ്ടിട്ടില്ലേ? എങ്ങനെ ആകുന്നത് കണ്ടിട്ടില്ലേ? അതാണ് കേട്ടോ ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ബോബ്, ഊഞ്ഞാല് കേട്ടോ. ഊഞ്ഞാല് എങ്ങനെയാ? നമ്മൾ ഫ്രണ്ടിക്ക് പോവും ബാക്കോട്ട് വരും, ഫ്രണ്ടിക്ക് പോവും ബാക്കോട്ട്, അങ്ങനെയല്ലേ? അപ്പോ ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനവും ഊഞ്ഞാലാട്ടവും സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ബോബും എന്തിന് ഉദാഹരണമാണ്? ദോലന ചലനത്തിന് ഉദാഹരണമാണ്. അപ്പൊ ആയതി എന്താന്ന് പഠിച്ചു, ദോലനം എന്താണ് പഠിച്ചു, ദോലന ചലനത്തിന് ഉദാഹരണം എന്താണ് പഠിച്ചു. ഇനി പീരീഡ് ആണ്. പീരീഡ് ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെയാണ്. ഇപ്പൊ ഇവിടെ ദോലനം എന്താന്ന് പഠിച്ചില്ലേ, അതിനാവശ്യമായ സമയത്തെയാണ് പീരീഡ് എന്ന് പറയുന്നത്. T എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പീരീഡ് അളക്കുന്നത് സെക്കൻഡ് യൂണിറ്റ്. കേട്ടോ, സെക്കൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. ആയതി എന്താ നമ്മൾ പറയുന്നത്? മീറ്റർ ആണ് എന്ന് പറഞ്ഞു. പീരീഡ് സെക്കൻഡ് ഉപയോഗിച്ചിട്ടാണ്. പീരീഡ് കാണാൻ ആകെ സമയം ഡിവൈഡഡ് ബൈ ദോലനങ്ങളുടെ എണ്ണം. പീരീഡ് എന്തിനാ പീരീഡ് എന്ന് പറയുന്നത്? ദോലനത്തിന് ആവശ്യമായ എന്താണ് ദോലനം? ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കണ്ടേ? അതിനൊരു നിശ്ചിത സമയം വേണ്ടേ? ആ സമയത്തിനെയാണ് എന്ത് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. അക്ഷരം T ആണ് അതിന്. പീരീഡിനെ അളക്കുന്നത് ഏത് യൂണിറ്റ് ആണ്? സെക്കൻഡ് ആണ്. അപ്പൊ പീരീഡ് കാണിക്കാൻ ആകെ സമയം അല്ലെ, ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ദോലനങ്ങളുടെ എണ്ണം. ഇനി അടുത്ത് നമുക്ക് ആവൃത്തി എന്താന്ന് പഠിക്കാം. അപ്പൊ ആയതി പഠിച്ചു, പീരീഡ് പഠിച്ചു, പിന്നെ ഏതാണ് പഠിച്ചത്? ദോലനം പഠിച്ചു, ദോലന ചലനങ്ങൾക്ക് ഉദാഹരണം പഠിച്ചു. ഇനി ആവൃത്തിയാണ്. ഫ്രീക്വൻസി അല്ലെ, F. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. സെക്കൻഡിലാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് എന്ത്? ആവൃത്തി എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആവൃത്തിയുടെ SI യൂണിറ്റ് ഹെർട്സ് ആണ്. ആവൃത്തി സൂചിപ്പിക്കുന്നത് F എന്ന അക്ഷരം കൊണ്ടാണ്. അപ്പൊ ആവൃത്തി കാണാൻ ദോലനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ സമയം ഇങ്ങനെ എണ്ണുമല്ലോ. അപ്പൊ ഒരു ക്ലോക്കിൽ നോക്കിക്കേ, 1 2 3 അല്ലേ, അതിങ്ങനെ വരും അല്ലേ, എങ്ങനെ വരും അല്ലേ. അപ്പോ എന്താണ്? ഓരോ സമയ നിശ്ചിത ഇടവേളകളിലും അതെന്താവും? ഇങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലെ. അതിൽ എത്ര പ്രാവശ്യം ഇങ്ങനെ കറങ്ങുന്നുണ്ടോ അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടൈം ആണ്. മനസ്സിലായല്ലോ? പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു കേട്ടോ. പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങള് ആവൃത്തിയെ കുറിച്ചിട്ട് പഠിക്കാം. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തിയുടെ SI യൂണിറ്റ് ഹെർട്സ് ആണ്. ആവൃത്തിയെ സൂചിപ്പിക്കുന്നത് F എന്ന അക്ഷരം കൊണ്ടാണ്. ആവൃത്തി കാണാൻ, ഫ്രീക്വൻസി കാണാൻ ദോലനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടൈം. പെൻഡുലത്തിന്റെ നീളം കൂടുന്ന സമയത്ത് ആവൃത്തി കുറയുന്നു. അത് പഠിച്ചു വെക്കുക. ചോദ്യം വരും, സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദ്യം വരുമ്പോൾ ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇനി
പീരീഡും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം എന്താണ് അത് നോക്കാം നമുക്ക്. പീരീഡ് നമ്മൾ ഏത് അക്ഷരം ടി ആണ് അല്ലെ, ആവൃത്തി എന്താ എഫ് ആണ്. പീരീഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോഴും ആവൃത്തി കുറയുന്നു, പീരീഡ് കൂടുമ്പോഴും ആവൃത്തി കുറയുന്നു. അപ്പൊ ആവൃത്തി എന്താ 1 ഡിവൈഡഡ് ബൈ പീരീഡ് ആണ്. ഇനി എന്താണ് സ്വാഭാവിക ആവൃത്തി കേട്ടോ. അപ്പൊ ഓരോന്ന് ഇങ്ങനെ പഠിച്ചു വരട്ടെ. ആവൃത്തി എന്താണ്, പീരീഡും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം എന്താണ്, എന്താണ് പീരീഡ്, എന്താണ് ദോലനം, എന്താണ് ആയതി, അത് സെക്ഷൻ മാറ്റി തന്നെ പഠിച്ചു വരണം കേട്ടോ. ഇനി എന്താണ് സ്വാഭാവിക ആവൃത്തി? ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിന്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു വസ്തു, ഇപ്പൊ നമ്മൾ ദോലനം പറഞ്ഞല്ലോ, അതെന്താ, അതിന്റെ സ്വാഭാവികത തന്നെയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ആരെങ്കിലും പ്രസ് ചെയ്തിട്ടാണോ? അല്ല. അല്ലെങ്കിൽ ആരെങ്കിലും ആക്കിയിട്ടാണോ അതാകുന്നത്? അല്ല അല്ലെ, ക്ലോക്കില്. അപ്പോ നമ്മളായിട്ട് ആക്കുകയാണെങ്കിൽ അതിനെന്തായിരിക്കും, അതിന്റെ വ്യത്യസ്തമായിരിക്കും അതിനൊരു ആവൃത്തി. പിന്നെ സ്വതന്ത്രമായിട്ടാണെങ്കിൽ അതേ ആവൃത്തി ആയിരിക്കില്ല, അതിൽ നിന്നും വ്യത്യസ്തമുണ്ടാകും. അപ്പൊ രണ്ടും രണ്ട് തരത്തിലായിരിക്കും ആവൃത്തിയിൽ വരുന്ന മാറ്റങ്ങൾ. അതുകൊണ്ട് ഒരു വസ്തുവിനെ സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യിച്ചാൽ അത് അതിന്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് അതിന്റെ സ്വാഭാവികമായിട്ട് സ്വന്തമായി ചെയ്യുന്ന കാര്യമാണല്ലോ, അതുകൊണ്ടാണ് അത് സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വസ്തുവിന്റെ നീളം, വസ്തുവിന്റെ വലിപ്പം, പദാർത്ഥത്തിന്റെ സ്വഭാവം, ഇലാസ്തികത. ഓക്കെ, പഠിച്ചു വെക്കണം. ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിന്റെ നീളവും വലിപ്പവും പദാർത്ഥത്തിന്റെ സ്വഭാവവും ഇലാസ്തികതയും. നീളം, വലിപ്പം, സ്വഭാവം, ഇലാസ്തികത. ഇനി എന്താണ് പ്രണോദിത കമ്പനവും അനുനാദവും? കണ്ടിട്ടില്ല അനുനാദം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പ്രണോദിത കമ്പനവും അനുനാദവും നോക്കാം. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് പ്രണോദിത കമ്പനം. കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. എന്നാൽ എന്താണ് റെസോണൻസ്, അനുനാദം? പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണ് എന്ന് പറയാം. അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും. അപ്പോൾ രണ്ടും പഠിച്ചു വെക്കണം, രണ്ടും പ്രീവിയസ് ആണ്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസോണൻസ്. ഇനി പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ. ഇതൊന്നും അങ്ങനെ കൂടുതൽ എന്ത് വരില്ല, പക്ഷെ അതിന് ഉദാഹരണങ്ങളാണ് എന്നും PSC ചോദിക്കുക. രണ്ടും പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങള്. ഒന്ന് MRI സ്കാനിങ്, റേഡിയോ ട്യൂണിങ്ങിന്, ഗിത്താറ്, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ സംഗീത ഉപകരണങ്ങളില്. സ്റ്റെതസ്കോപ്പില് ശബ്ദത്തിന്റെ പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, സ്റ്റെതസ്കോപ്പില് മെഗാഫോണ്, ഹോണ്, സംഗീത ഉപകരണങ്ങളായ ട്രംപ്സ്, നാഗസ്വരം, ഇതിലൊക്കെ തുടങ്ങിയ ഉപകരണങ്ങളിലൊക്കെ എന്താണ് പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പഠിച്ചു വെച്ചോളാം, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉദാഹരണം ചോദിക്കും. MRI സ്കാനിങ്, റേഡിയോ ട്യൂണിങ്, ഗിത്താറ്, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം, സ്റ്റെതസ്കോപ്പ്, മെഗാഫോണ്, ഹോണ്, ട്രംപ്സ്, നാഗസ്വരം. ഇനി നമ്മൾ ഇത്ര നേരം പഠിച്ചില്ലേ, അതിന്റെ ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ആവൃത്തി 1 ഹെർട്സ് ആണ്. അതിന്റെ പീരീഡ് എത്രയാണ്? അപ്പൊ പീരീഡ് കാണാൻ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? പീരീഡ് കാണാൻ എന്താണ് 1 ഡിവൈഡഡ് ബൈ എഫ് ആണ് അല്ലെ. 1 ഡിവൈഡഡ് ബൈ എഫ്. എഫ് എന്താ? ഫ്രീക്വൻസി, ആവൃത്തിയാണ്. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ആവൃത്തി എത്രയാ പറഞ്ഞ? ആവൃത്തി തന്നിട്ടുണ്ട് 1 ഹെർട്സ് ആണ്. അതിന്റെ പീരീഡ് എത്രയാണ് എന്നാണ് ചോദിച്ചത്. പീരീഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയാ 1 ആണ് അല്ലെ. എഫ് എത്രയാ? 1 തന്നെയാണ്. 1/1 1 സെക്കൻഡ്. ഇനി ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ 0.5 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ അതിന്റെ ആവൃത്തി എത്ര? ആവൃത്തി കാണാൻ എന്താ നമ്മൾ പഠിച്ചത്? ദോലനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടൈം ആണ്. ദോലനങ്ങളുടെ എണ്ണം എത്രയാ? ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ ഇവിടെ തന്നിട്ടുണ്ട്, ഒരു ദോലനം പൂർത്തിയാക്കാൻ. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 0.5 സെക്കൻഡ് ടൈം തന്നിട്ടുണ്ട്. എത്രയാ? 2 ഹെർട്സ്. ഓക്കെ.
ഇനി 512 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് അതിന്റെ തണ്ട് മേശമേൽ അമർത്തി വെക്കുന്നു. ഈ അവസരത്തിൽ മേശ കമ്പനം ചെയ്യുമോ? കമ്പനം ചെയ്യും. ഏത് കമ്പനം? ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു ചോദിച്ചാൽ പ്രണോദിത കമ്പനം. ഇനി തരംഗചലനം, വേവ് മോഷൻ നോക്കാം. ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായിട്ട് പ്രസരിക്കുന്നതാണ് തരംഗചലനം. പഠിച്ചു വെക്കണം കേട്ടോ. തരംഗചലനം എങ്ങനെയായിരിക്കില്ലേ തരംഗചലനങ്ങള്? ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഊർജ്ജം, ഇവിടെ നിന്ന് ഒരു ഊർജ്ജം ലഭിച്ചുവെങ്കിൽ അത് മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായിട്ട് പ്രസരിക്കുന്നതാണ്. ഏതിലൂടെയാണ്? ദോലനങ്ങളിലൂടെ. മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജ്ജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് തരംഗചലനം. മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജ്ജം, അതായത് ഇവിടെ ഊർജ്ജം ലഭിച്ചാൽ മതി, അത് എല്ലാ ഭാഗത്തും എന്താകും? എത്തും അല്ലേ? ആ എത്തിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് തരംഗചലനം എന്ന് പറയുന്നത്. തരംഗങ്ങൾക്ക് ഉദാഹരണം റേഡിയോ തരംഗമുണ്ട്, സീസ്മിക് തരംഗമുണ്ട്, പ്രകാശ തരംഗം, ശബ്ദ തരംഗം. ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ പോലും തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. പഠിച്ചു വെക്കണം കേട്ടോ. റേഡിയോ തരംഗം, സീസ്മിക്, പ്രകാശം, ശബ്ദം, ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളം, ഇതെല്ലാം എല്ലാ തരംഗങ്ങൾക്കും ഉദാഹരണമാണ്. ഇനി പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ളതും പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്ത ഏതൊക്കെയാന്ന് നോക്കാം. മാധ്യമം ആവശ്യമായിട്ടുള്ള തരംഗമാണ് സീസ്മിക് തരംഗം. അതിനെന്താണ്? മാധ്യമം ആവശ്യമാണ്. ശബ്ദ തരംഗം, അതും അതായത് എന്തെങ്കിലും ഒരു മാധ്യമം, ഇടയിൽ എന്തെങ്കിലും സാധനം വേണം, അതിൽ തട്ടിയിട്ട് മാത്രമാണ് ഈ തരംഗങ്ങൾ എന്ത് ചെയ്യുള്ളൂ? മറ്റൊരിടത്തേക്ക് പോവുകയുള്ളൂ. അപ്പൊ സീസ്മിക് തരംഗവും ശബ്ദ തരംഗവും ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങളും എന്താണ്? മാധ്യമം ആവശ്യമുള്ളതാണ്. ഇതിൽ മാധ്യമം ആവശ്യമില്ലാത്തതാണ് റേഡിയോ തരംഗം, പ്രകാശ തരംഗം, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ. പഠിച്ചു വെച്ചോളണം, വരും ക്വസ്റ്റ്യൻസ് വരും. ഇനി എന്താണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ? നമുക്ക് നോക്കാം. റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തരംഗം, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് കിരണം, എക്സ് കിരണം, ഗാമ കിരണം എന്നിവ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ഉദാഹരണം ചോദിക്കാറുണ്ട്. റേഡിയോ തരംഗം, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ്, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ. ഇവയുടെ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ല. അപ്പൊ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് മാധ്യമം ആവശ്യമില്ല. അത് ഏതൊക്കെയാണ് എന്നും കൂടി പഠിക്കണം. ഇനി യാന്ത്രിക തരംഗം നോക്കിക്കേ. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമാണ്. യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായും 2 തരമുണ്ട്. അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. അനുദൈർഘ്യം, അനുപ്രസ്ഥം എന്നും ചോദ്യങ്ങൾ വരാറുണ്ട് ആ ഭാഗം. അപ്പൊ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്നുള്ളത് ഫുൾ പഠിച്ചു വെക്കുക. അതിന് മാധ്യമം ആവശ്യമില്ല എന്ന് പഠിക്കുക. യാന്ത്രിക തരംഗങ്ങൾക്ക് മാധ്യമം ആവശ്യമാണ്. അതിന് ഉദാഹരണമാണ് അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. ഇനി എന്താണ് യാന്ത്രിക തരംഗം നോക്കാം. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗമാണ് യാന്ത്രിക തരംഗം. 2 അനുദൈർഘ്യം, അനുപ്രസ്ഥം. അതിൽ അനുദൈർഘ്യ തരംഗം നോക്കാം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗമാണ് അനുദൈർഘ്യ തരംഗം. മാധ്യമത്തിലെ കണികകള് തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗമാണ് അനുദൈർഘ്യ തരംഗം. അപ്പോ ഇവിടെ പഠിക്കണം, ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്. അപ്പൊ എപ്പോഴും നമുക്ക് അനുദൈർഘ്യം, അനുപ്രസ്ഥം അല്ലെ പഠിച്ച കൂട്ടർക്കൊക്കെ അറിയും. അപ്പൊ ഇത് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ദ എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ, അപ്പൊ അതിൽ തന്നെ ദൈർഘ്യം എന്നുണ്ടല്ലോ. ശബ്ദം അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണമാണ്. അപ്പോ അനുപ്രസ്ഥത്തിനാണ്, അനുപ്രസ്ഥം അല്ലെ, പ്രസ്ഥം സ, അതുകൊണ്ട് അതെന്താണ്? ശബ്ദതരംഗം എന്താണ്? അനുപ്രസ്ഥം എന്നല്ലേ പറയുന്നത്, അനുപ്രസ്ഥം. അപ്പൊ അത് പ്രകാശ തരംഗമാണ്. ഇവിടെ ശബ്ദം അനുദൈർഘ്യ തരംഗമാണ്. ഒരു സ്രോതസ്സിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം വായുവിൽ തുടർച്ചയായും ക്രമമായും മർദ്ദ വ്യതിയാനങ്ങൾ രൂപപ്പെടുത്തുന്നു. വായു തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്ന ഭാഗത്ത് മർദ്ദം കൂടുതലായിട്ട് അനുഭവപ്പെടും. പഠിച്ചു വെക്കണം. വായു തന്മാത്രകൾ തമ്മിൽ അകലം കുറഞ്ഞു വരുന്ന ഭാഗത്ത് മർദ്ദം എന്തായിരിക്കും? കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇത്തരം മേഖലകൾ ഉച്ചമർദ്ദ മേഖലകൾ എന്നും, മർദ്ദം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഉച്ചമർദ്ദ മേഖല, മർദ്ദം കുറഞ്ഞ മേഖല നീച്ചമർദ്ദ മേഖല എന്നറിയപ്പെടുന്നു. മാധ്യമത്തിൽ ഒന്നിടവിട്ട് ഉച്ചമർദ്ദ മേഖലകളും നീച്ചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തി ശബ്ദം സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണമാണ് ശബ്ദം. ഇനി എന്താണ് അനുപ്രസ്ഥം? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞ, സമാന്തരമായി. അനുദൈർഘ്യ തരംഗം സമാന്തരമായി, ഇവിടെ ലംബമായി കമ്പനം ചെയ്യുന്നതാണ് അനുപ്രസ്ഥ തരംഗം. വൈദ്യുത കാന്തിക തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ്. വൈദ്യുത കാന്തിക തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങൾ.
ഇനി അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. അനുദൈർഘ്യ തരംഗങ്ങളെ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി, ഇവിടെ എന്താ, ലംബമായി. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നു. ശൃംഖങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു. മാധ്യമത്തിൽ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പൊ അവിടെ കണികകൾ എങ്ങനെയായിരിക്കും? അനുദൈർഘ്യത്തിലെ സമാന്തരമായിട്ടാണ്, അനുപ്രസ്ഥത്തിലെ ലംബമായിട്ടാണ്. ഇവിടെ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും, ഇവിടെ ശൃംഖങ്ങളും ഗർത്തങ്ങളും, ഇവിടെ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നില്ല. ഇത് പഠിച്ചു വെക്കണം കേട്ടോ, ബോക്സ് നന്നായി പഠിക്കണേ. ഇനി തരംഗങ്ങളുടെ സവിശേഷതകള്. ആയതി അല്ലെ, തുറന്ന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി എന്ന് പറയുന്നത്. ചിത്രത്തിൽ തരംഗത്തിന്റെ ആയതി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആയതി ഇവിടെ എ തന്നിട്ടുണ്ട്, 2.5 സെന്റിമീറ്റർ ആണ്. അതുപോലെ പീരീഡ് ഇവിടെ ഈ ഒരു ഇതിനനുസരിച്ചിട്ട് അതിന്റെയാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ആവൃത്തി, ഒരു ബിന്ദുവിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുകളുടെ എണ്ണമാണ് തരംഗത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത്. അത് ഈ ഒരു ബോക്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നന്നായിട്ട് ഫിസിക്സ് ഒക്കെ അറിയുന്നവര് എന്ത് ചെയ്യുക, നന്നായി അവർക്കൊക്കെ അത് പെട്ടെന്ന് കണ്ട് ഈസി ആയിട്ട് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വ്യക്തികൾ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഈ ഒരു പിക്ചർ നോക്കിയിട്ട് ഇതിനെ കുറിച്ചിട്ടൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് പഠിക്കണം കേട്ടോ, ഇത് പഠിക്കണേ. ഇനി തരംഗ ദൈർഘ്യം നമുക്ക് നോക്കാം. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യം. അപ്പൊ എന്താണ് തരംഗദൈർഘ്യം? സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യം. ഇത് മാധ്യമത്തിലെ ഓരോ കണികയും ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണ്. അടുത്തടുത്ത രണ്ട് ശൃംഖങ്ങൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലവും അനുപ്രസ്ഥ തരംഗത്തിന്റെ തരംഗദൈർഘ്യമായിട്ട് കണക്കാക്കാം. തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കാനാണ് ലാംഡ, ഇതിനെ പറയുന്ന പേരാണ്, ആ സിമ്പലാണ് ലാംഡ എന്ന് ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കുന്നു. തരംഗദൈർഘ്യത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, തരംഗദൈർഘ്യത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ തരംഗദൈർഘ്യം എത്ര? ചിത്രത്തിലെ തരംഗദൈർഘ്യം എത്ര എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. തരംഗദൈർഘ്യം സൂചിപ്പിക്കുന്ന ലാംഡ എന്ന പോയിന്റിലാണ് 2 മീറ്റർ. ഇനി എന്താണ് തരംഗവേഗം? ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. തരംഗവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഇവിടെ മീറ്റർ ആണ്. തരംഗദൈർഘ്യം ചോദിച്ചാൽ മീറ്റർ, തരംഗവേഗം ചോദിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ്. നോക്കൂ, ഒരു തരംഗം 2 സെക്കൻഡിൽ 700 മീറ്റർ സഞ്ചരിക്കുന്നുവെങ്കിൽ തരംഗവേഗം എത്ര മീറ്റർ പെർ സെക്കൻഡിൽ അല്ലെ? 700/2 350 മീറ്റർ പെർ സെക്കൻഡ്. ശബ്ദത്തിന്റെ പ്രതിപതനം, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ശബ്ദതരംഗങ്ങൾ വസ്തുക്കളിൽ തട്ടിയിട്ട് പ്രതിപദിക്കില്ല. ശബ്ദതരംഗം എങ്ങനെയാണ്? ഒരു വസ്തുവിൽ തട്ടുന്ന സമയത്ത് തിരിച്ചെന്ത് ചെയ്യും? പ്രതിപദിക്കും. മിനുസമുള്ള പ്രതലങ്ങൾ പരുപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായി പ്രതിപദിപ്പിക്കും. ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ, ഇത് പ്രീവിയസ് ആണ്. മിനുസമുള്ള പ്രതലങ്ങൾ പരുപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായിട്ട് എന്ത് ചെയ്യും? തിരിച്ച് പ്രതിപദിപ്പിക്കും. ശബ്ദത്തിന്റെ പ്രതിപതനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങള് സൗണ്ട് ബോർഡുകൾ, ഹാളുകളിൽ വളച്ചു നിർമ്മിച്ചിരിക്കുന്ന സീലിംഗുകൾ. എന്തുകൊണ്ടാണ് ഹാളുകളിൽ സീലിംഗുകൾ വളച്ചു നിർമ്മിക്കുന്നത്? എന്താണ്? ശബ്ദത്തിന്റെ പ്രതിപതനം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സൗണ്ട് ബോർഡുകൾ. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം നോക്കൂ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. പ്രതിപദിച്ചു വരുന്ന ശബ്ദതരംഗങ്ങൾ വീണ്ടും പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിന്റെ ആവർത്തനം. വീണ്ടും വീണ്ടും പ്രതിപദിക്കുകയാണ് അല്ലെ. പ്രതിപദിച്ചു തരുന്ന ശബ്ദതരംഗങ്ങൾ വീണ്ടും പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം. ഇനി എന്താണ് പ്രതിധ്വനി? ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് നന്നായിട്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു പോകണം. ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം തന്നെ പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. ഇനി എന്താണ് ശ്രവണ സ്ഥിരത? പ്രീവിയസ് ചോദ്യമാണ്. പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. ഒരു ശബ്ദം നമ്മിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുപാതം 1/10 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നു. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മളൊരു ശബ്ദം കേട്ടു എന്ന് വെച്ചോ, പെട്ടെന്നൊരു ശബ്ദം കേട്ടു, അത് നമ്മുടെ ചെവിയിൽ എത്ര സമയത്താണ് നിൽക്കുക? 1/10 സെക്കൻഡ് സമയത്തേക്കാണ് നിലനിൽക്കുന്നത്. ഈ പ്രത്യേകതയാണ് ശ്രവണ സ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം ചെവിയിൽ പതിച്ചാൽ അവ ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. ആദ്യ ശബ്ദം ശ്രവിച്ചു ചുരുങ്ങിയത് എത്ര സമയം കഴിഞ്ഞാലാണ് പ്രതിധ്വനി വ്യക്തമായിട്ട് കേൾക്കുക? ഇപ്പൊ ഒരു ശബ്ദം കേട്ടു, അത് 1/10 സെക്കൻഡ് വരെ നമ്മുടെ ചെവിയിൽ തന്നെ നിൽക്കും. അപ്പൊ തന്നെ വീണ്ടും അതിനുള്ളിൽ സൗണ്ട് വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടി ഒപ്പം കേൾക്കും നമ്മുടെ ചെവിയിൽ. പക്ഷേ ആദ്യ ശബ്ദം ശ്രവിച്ചു, ഇപ്പൊ ഒരു ശബ്ദം കേട്ടു,
എത്ര സമയം കഴിഞ്ഞാലാണ് പ്രതിധ്വനി വ്യക്തമായിട്ട് ഇനി അടുത്ത ഒരു ശബ്ദം വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ കഴിയുക? പ്രതിധ്വനി കേൾക്കണമെങ്കിൽ പ്രതിപതന തലം ചുരുങ്ങിയത് 17.5. മക്കളെ ഈ അടുത്ത് നടന്ന ഒരു ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. അന്നത് നല്ലൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നു. പ്രതിധ്വനി കേൾക്കണമെങ്കിൽ പ്രതിപതന തലം ചുരുങ്ങിയത് 17.5 മീറ്റർ ആയിരിക്കണം. ഈ സമയം കൊണ്ട് ശബ്ദം എത്ര ദൂരം സഞ്ചരിക്കും? വായുവിലെ ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വേഗം ഇൻറ്റു സമയം. ദൂരം കാണാൻ നമ്മൾ എപ്പോഴും എന്താ കാണുക? ദൂരം, ഡിസ്റ്റൻസ് കാണാൻ വേഗം, നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നതാണ്. വേഗം ഇൻറ്റു ടൈം ആണ്. 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇൻറ്റു 1/10 സെക്കൻഡ് 35 മീറ്റർ കേട്ടോ. ഇനി ജലത്തിനുള്ളിൽ വെച്ച് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ സ്രോതസ്സും പ്രതിപതനവും തമ്മിൽ ചുരുങ്ങിയത് എത്ര അകലം ഉണ്ടായിരിക്കണം? ജലത്തിലെ ശബ്ദത്തിന്റെ വേഗത എത്രയാ? ഇത് പഠിച്ചു വെക്കണേ. ജലത്തിലെ ശബ്ദത്തിന്റെ വേഗം 1480 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ തന്നിട്ടുണ്ട്. 1/10 സെക്കൻഡ് നമ്മുടെ ശ്രവണ സ്ഥിരത. അപ്പോ V ഇൻറ്റു ടി ആണ്. ഡി കാണാൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ചുരുങ്ങിയത് എത്ര അകലം? ഡിസ്റ്റൻസ് കാണാൻ എന്താണ്? വേഗം ഇൻറ്റു ടൈം ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് എത്രയാ? 1480 അല്ലേ? 1480 ഇൻറ്റു 1/10 തന്നിട്ടുണ്ട്. ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. ബൈ ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്രയാ? 148/2 എത്ര? 74 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട് കേട്ടോ. വേഗം തന്നിട്ടുണ്ട് 1480. ടൈം തന്നിട്ടുണ്ട് 1/10 തന്നിട്ടുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് കാണാൻ എങ്ങനെയാണ്? 1480. നമ്മുടെ ശ്രവണ സ്ഥിരത 1/10 ഡിവൈഡഡ് ബൈ 2 തന്നു. അത് വെച്ചിട്ട് ചെയ്യുക. ഇനി ഒരു ശബ്ദം എന്താണ് അനുരണനം? പ്രീവിയസ് ചോദ്യമാണ്. ഒരു ശബ്ദം ഉണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ മുഴക്കമാണ് അനുരണനം എന്ന് പറയുന്നത്. ഇനി സിനിമാ തിയേറ്റർ പോലുള്ള വലിയ ഹാളുകളുടെ ചുമരുകൾ പരുക്കനാക്കിയിരിക്കുന്നത് എന്തിനാണ്? പ്രീവിയസ് ചോദ്യമാണ്. സിനിമാ തിയേറ്ററുകളുടെ ചുമരുകളൊക്കെ എപ്പോഴും മിനുസമാണോ? അല്ല അല്ലെ? നമ്മളൊക്കെ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ചുമരുകളിലൊക്കെ എപ്പോഴും പരുപരുക്കനായിരിക്കും. കാരണം അനുരണനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ അനുരണനം പഠിച്ചത്? ഒരു ശബ്ദം ഉണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ മുഴക്കമാണ് അനുരണനം എന്ന് പറയുന്നത്. ഇനി എന്താണ് ശ്രവണ പരിധി? ഒരു സാധാരണ കേൾവി ശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി ഇത് പഠിക്കണേ. ചോദ്യം എപ്പോഴും ചോദിക്കേണ്ട 20 ഹെർട്സ്, കൂടിയ പരിധി 20,000 ഹെർട്സുമാണ്. അത് കിലോ ഹെർട്സിലാണെങ്കിൽ 20 കിലോ ഹെർട്സ്. ഇതൊരിക്കൽ ചോദ്യം ചോദിച്ചതാണ്. അന്ന് ചോദ്യം ചോദിച്ച സമയത്ത് കുറഞ്ഞ പരിധി 20 ഹെർട്സും കൂടിയ പരിധി 20 കിലോ ഹെർട്സും എന്ന് പറഞ്ഞു. 20 കിലോ ഹെർട്സ് സാധാരണ ഒരു ഉദ്യോഗാർത്ഥി പഠിക്കുന്നത് 20,000 ഹെർട്സ് ടു 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് എന്നാണ് എപ്പോഴും പഠിക്കുക. അപ്പൊ അന്നത്തെ ചോദ്യത്തില് 20,000 ഹെർട്സ് മാറ്റിയിട്ട് 20,000 ഹെർട്സ് എന്ന് പറയുന്നത് 20 കിലോ ഹെർട്സിന് സമാനമാണ്. മനസ്സിലായി? അപ്പൊ രണ്ടും പഠിക്കണം. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ, അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ് വരെ. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക്. മക്കളെ ഇതെല്ലാം പ്രീവിയസ് ആണ്. 20 ഹെർട്സ് താഴെയുള്ള ആവൃത്തി ഇൻഫ്രാസോണിക്കും, 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദം അൾട്രാസോണിക്കും ആണ്. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി വവ്വാലുകൾക്ക് ഇരുട്ടിലും സുഗമമായി സഞ്ചരിക്കാനും ഇരപിടിക്കാനും സാധിക്കും. അപ്പൊ വവ്വാലുകൾ ഉപയോഗപ്പെടുത്തുന്ന ശബ്ദം ഏതാണ്? അത് അൾട്രാസോണിക് ആണ് കേട്ടോ. അൾട്രാസോണിക് ആണ്. വവ്വാലുകൾക്ക് ശബ്ദം പ്രയോജനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇരുട്ടിലും ഒക്കെ സുഗമമായിട്ട് സഞ്ചരിക്കാനും ഇരപിടിക്കാനും ഒക്കെ സാധിക്കും. ഇനി അൾട്രാസോണിക് തരംഗം കൊണ്ടുള്ള പ്രയോജനങ്ങൾ പഠിക്കണം. വൈദ്യശാസ്ത്ര രംഗത്തെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ, ഫിസിയോതെറാപ്പിയില് വൃക്ക, കരള്, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തര അവയവങ്ങളുടെ പ്രതിബിംബം രൂപപ്പെടുത്താനും അൾട്രാസോണോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ സർപ്പിളാകൃതിയിലുള്ള കുഴലുകൾ, നിശ്ചിതാകൃതിയിലല്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിന് സോണാർ എന്ന ഉപകരണത്തിൽ ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം കണ്ടെത്തുന്നതിന്. അപ്പൊ ജലത്തില് നമ്മളിപ്പോ ഇത് ചോദ്യമാണ് കേട്ടോ. അതൊരു പ്രത്യേക ചോദ്യമാണ്. എങ്ങനെ ജലത്തിനിടയിലുള്ള ആഴം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് സോണാറാണ് കേട്ടോ. സോണാറിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സോണാറിൽ ഉപയോഗിക്കുന്ന തരംഗം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അൾട്രാസോണിക് തരംഗമാണ്. ഇപ്പൊ പഠിച്ചല്ലോ അൾട്രാസോണിക് തരംഗം കൊണ്ടുള്ള പ്രയോജനങ്ങള്. വൈദ്യശാസ്ത്ര രംഗത്ത് രോഗനിർണയത്തിനും
ചികിത്സയ്ക്കും UV റേസ് ഉപയോഗിക്കാറുണ്ട്. വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ച് കളയാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പി, ഇതൊക്കെ മെഡിക്കൽ ഫീൽഡിലാണ്. വൃക്ക, കരള്, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരാവയവങ്ങളുടെ പ്രതിബിംബം രൂപപ്പെടുത്താൻ അൾട്രാസോണോഗ്രാഫിയിൽ, പിന്നെ സർപ്പിളാകൃതിയിലുള്ള കുഴലുകൾ, നിശ്ചിത ആകൃതിയിലല്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവയിൽ സോണാറിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അൾട്രാസോണിക് തരംഗം ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്താണ് സീസ്മിക് തരംഗങ്ങളും സുനാമിയും? സീസ്മിക് തരംഗങ്ങൾ നോക്കാം. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വൻസ്ഫോടനങ്ങൾ എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗം. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വൻസ്ഫോടനങ്ങൾ എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗം എന്ന് പറയുന്നത്. സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിലാണ്. പ്രീവിയസ് ചോദ്യമാണ്. സീസ്മിക് തരംഗങ്ങൾ പ്രീവിയസ് ചോദ്യമാണ്. അപ്പോൾ ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കാൻ ഏതാണ്? റിക്ടർ സ്കെയിലാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ജപ്പാനിലും ഒക്കെ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഇത്ര സ്കെയിലാണ്, റിക്ടർ സ്കെയിലാണ് ഭൂകമ്പത്തിന്റെ തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെ നമ്മൾ ന്യൂസുകളിൽ കാണാറുണ്ട് അല്ലേ. ഇനി എന്താണ് സുനാമി? സമുദ്രങ്ങളുടെ അടിത്തട്ടിലോ തീരപ്രദേശങ്ങളിലോ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ചിലപ്പോൾ സുനാമി തിരകൾക്ക് കാരണമാകാം. കടലിലെയും മറ്റു ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായിട്ടുള്ള തിരകളെയാണ് സുനാമി കണ്ട സമയത്ത് തിരകൾ എങ്ങനെയായിരുന്നു അല്ലേ? നമ്മളൊക്കെ കണ്ട കാഴ്ചയാണ് അല്ലേ. 2004 അല്ലേ സുനാമി ഉണ്ടായിരുന്നത്. അതിൽ എത്രമാത്രം നാശനഷ്ടങ്ങളാണ് നമുക്ക് സംഭവിച്ചത്. അപ്പോൾ സീസ്മിക് തരംഗങ്ങൾ നമ്മളപ്പോൾ അവിടെ നിന്ന് തരംഗങ്ങൾ തുടങ്ങിയില്ലേ, ഓരോരോ തരംഗങ്ങൾ നമ്മൾ പഠിച്ച് വന്നു. അങ്ങനെ സീസ്മിക് തരംഗം എത്തി. സീസ്മിക് തരംഗം എന്ന് പറയുമ്പോൾ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വൻസ്ഫോടനങ്ങൾ എന്നിവയുടെ ഫലമായിട്ട് ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗം. അതുപോലെ സുനാമി എന്താന്ന് പഠിച്ചു. ഇനി സുനാമിയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ: കടൽ സ്വാഭാവികമായി പിന്നോട്ട് വലിയുന്നത് കാണുകയാണെങ്കിൽ സുനാമി മുന്നറിയിപ്പായി കരുതി ഉയർന്ന സ്ഥലത്തേക്ക് മാറേണ്ടതാണ്. അപ്പോൾ കടൽ സ്വാഭാവികമായിട്ട് പിന്നോട്ട്, അതായത് ബാക്കിലോട്ട് അതിൻ്റെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം സുനാമി മുന്നറിയിപ്പായിട്ട് കാണണം. അപകടം തരണം ചെയ്തു എന്ന് സ്വയം തീരുമാനിക്കാതെ ഔദ്യോഗിക അറിയിപ്പിനായിട്ട് കാത്തിരിക്കണം. രക്ഷപ്പെടാനുള്ള തിരക്കിനിടയിൽ വസ്തുവകകൾ എടുക്കാനായിട്ട് സമയം പാഴാക്കാതിരിക്കുക. ജീവനാണ് ഏറ്റവും വലുതെന്ന് തിരിച്ചറിയണം. സുനാമിയിൽ പെട്ടുപോയാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ പിടിമുറുക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഹോട്ട് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം. ഒരുപാട് ടോപ്പിക് ഇന്നത്തെ വിഷയത്തിൽ തന്നിട്ടുണ്ട്. എല്ലാത്തിൽ നിന്നും ചോദ്യങ്ങൾ വന്ന ഏരിയ ആണ്. അതുകൊണ്ടാണ് ഫിസിക്സിൽ നിന്ന് ആ ഭാഗം എടുത്തു തന്നിട്ടുള്ളത്. ശബ്ദതരംഗം എന്നുള്ളതിൽ പഠിക്കുക കേട്ടോ. കൂടെ ബയോളജിയും കുറച്ച് ബയോളജിയൊക്കെ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കെമിസ്ട്രി ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയും എന്ത് ചെയ്യുക, നമുക്ക് ടോപ്പിക്കായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. ക്ലാസ്സിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബൈ.